കൊല്ലം തിരുമംഗലം ദേശീയപാതയിലൂടെ അതിർത്തി കടന്ന പാറയുൽപ്പന്നങ്ങൾ കയറ്റുന്ന വാഹനങ്ങൾക്ക് നേരെ അക്രമങ്ങൾ വർദ്ധിക്കുന്നതായി പരാതി. ഇതിനു പുറമെ പാറയുൽപ്പന്നങ്ങളുമായി അനധികൃതമായി ഓടുന്ന വാഹനങ്ങളും വർദ്ധിച്ചു വരികയാണ്. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാണ് അനധികൃത സർവീസുകാരുടെ ഓട്ടം. മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിൽ നിന്നും അനുകൂലമായ വിധി നേടിയെടുത്താണ് അംഗീകൃത വാഹനങ്ങൾ സർവീസ് നടത്തുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ ഡ്രൈവേഴ്സ് സൊസൈറ്റിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വാഹനങ്ങൾക്ക് കോടതിയിൽ നിന്നും പ്രൊട്ടക്ഷൻ എടുക്കുന്നതിൻ്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണ്. സൊസൈറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹന ഉടമകൾ അടിയന്തരമായി വാഹനങ്ങളുടെ പൂർണ്ണമായതും കൃത്യവുമായ വിവരങ്ങൾ ഇന്ത്യൻ ഡ്രൈവേഴ്സ് സൊസൈറ്റിയുടെ പാറയുൽപ്പന്ന മേഖലയുടെ സെക്രട്ടറി ഉറുകുന്ന് അലക്സിന് കൈമാറേണ്ടതുണ്ട്. സൊസൈറ്റിയുമായി സഹകരിക്കുന്ന വാഹനങ്ങളുടെ ലിസ്റ്റ്, ക്രമനമ്പർ എന്നിവയുടെ ക്രമീകരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മെയ് 9 മുതൽ ലോഡ് കയറ്റുന്ന പോലീസ് സ്റ്റേഷൻ അതിർത്തി മുതൽ ഇറക്കുന്ന പോലീസ് സ്റ്റേഷൻ പരിധിവരെയുള്ള സംരക്ഷണം ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് ഇന്ത്യൻ ഡ്രൈവേഴ്സ് സൊസൈറ്റി ജനറൽ സെക്രട്ടറി തെന്മൽ രാജൻ പറഞ്ഞു. തെന്മല ആര്യങ്കാവ് പഞ്ചായത്തുകളിലെ ജനങ്ങളുടെ ഒന്നത് ഇടുങ്ങിയ പാതയും വളരെ ബുദ്ധിമുട്ടുള്ള സർവീസ് നടത്തുന്ന ഭാഗമായതിനാലും ഏകദേശം 30,000-ഓളം കുട്ടികളും 40,000-ഓളം ജനസംഖ്യയുള്ള ഈ റൂട്ടിൽ ഇത്തരം വാഹനങ്ങൾ അധികം ഓടുന്നത് ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്. അതിനാൽ സൊസൈറ്റിയുടെ വാഹനങ്ങൾ ഏതെന്നറിയാനും നിജപ്പെടുത്താനും വേണ്ടി ഇന്നു മുതൽ നമ്പർ അനുസരിച്ച് വണ്ടികളുടെ ഇന്ത്യൻ ഡ്രൈവേഴ്സ് സൊസൈറ്റിയുടെ സ്റ്റിക്കർ ഒട്ടിച്ച് വാഹനങ്ങൾ ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. മാത്രമല്ല മെയ് 29 കൂടുന്ന പൊതുയോഗത്തിൽ ജൂൺ മാസം സ്കൂൾ തുറക്കുന്ന അന്നു മുതൽ പുതിയ സമയനിഷ്ഠയും സമയക്രമീകരണത്തിലും മറ്റ് പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ സർവീസ് നടത്തുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി 29 തെന്മലയിൽ വെച്ച് ഒരു യോഗവും കൂടുന്നുണ്ട്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.